ഗോപിയേട്ടാ, 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 പേടിക്കണ്ട, ഞാനാ. പ്രേതം. പ്രേതം ടെറസിൽ വരാറില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഞാൻ ബെല്ലടിച്ച്. ഓ, നീയാണ് വാതിൽ തുറക്കാന്നല്ലേ ഞാൻ വിചാരിച്ചത്. പക്ഷേ മുമ്പിൽ നിൽക്കുക, മുടി അഴിച്ചിട്ട് ഈ രണ്ട് സൈഡിലുള്ള പല്ലും താഴത്തേക്കിട്ട്. അയ്യോ, പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല രാമു. ഇതുകൊണ്ടല്ലേ ഞാൻ ലോഡ്ജിൽ മുറിയെടുത്ത് തന്നത്. ആ ലോഡ്ജിലെ ചെക്കൻ എന്നെ തല്ലി രാമു. എന്തിന്? ഒരു കോഴി ബിരിയാണി വേണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഈ രാത്രി 12 മണിക്കാണോടാ നിനക്ക് കോഴി ബിരിയാണി എന്ന് അവൻ. വിശന്നിട്ടല്ലേ മോനെ, ചെല്ല് ബിരിയാണി വാങ്ങിച്ചോണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ വെറുതെ ഒന്നും തൊട്ടുള്ളൂ. അവൻ കട്ടിൽ ചെന്ന് വീണ് തല പൊട്ടി ചോര വന്നെന്നും പറഞ്ഞ് എന്നെ തല്ലോട് തല്ല്. എന്നാലും നീ എങ്ങനെ ഈ പ്രേതത്തിന്റെ കൂടെ? അതുകൊണ്ടല്ലേ ഞാൻ വേറെ ഫ്ലാറ്റ് നോക്കുന്നത്. പുറത്തു നിന്ന് ആരെങ്കിലും വന്നാലാണ് ഈ പ്രേതം കൂടുതൽ ആക്രമിക്കുക. സിറ്റിയിൽ ഇങ്ങനെ പ്രേതം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. അയ്യോ, ഇപ്പൊ പ്രേതങ്ങൾ കൂടുതലും സിറ്റിയിലാ. ഈ നാട്ടിൻപുറത്തുള്ള മന്ത്രവാദികളും മറ്റും ഓടിച്ചുവിടുന്ന പ്രേതങ്ങളില്ലേ, അതൊക്കെ നേരെ സിറ്റിയിലേക്കല്ലേ വരുന്നത്. ഓ, അതെനിക്കറിയില്ലായിരുന്നു. ആകെ പുലിവാല് പിടിച്ച മാതിരിയായി. നാട്ടിൽ പോവാന്ന് വെച്ചാ കൈ കാശില്ല, അവിടെ ഒരു തുണ്ട് ഭൂമിയും ഇല്ല. ഈശ്വര ഭഗവാനെ, അച്ഛന് നന്മ വരുത്തണേ. എന്നാലും ആ പരമ ദുഷ്ടൻ. ഗോപിയേട്ടാ, ഇനിയൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാൻ. കിടന്നോളൂ, കിടന്നോളൂ. വേണ്ട 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 വേണ്ട, അതൊക്കെ ഞാൻ എടുത്തോളാം. ഗോപിയേട്ട എത്രയും പെട്ടെന്ന് പോയിക്കോളൂ. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ പ്രേതം കുളിമുറിയിൽ നിൽക്കണു. എന്റെ ഈശ്വര, പക്ഷേ ഞാനിനി എങ്ങോട്ട് പോകും? നാട്ടിലേക്ക് തന്നെ പൊക്കോളൂ. രൂപയാണോ? എന്റെ അമ്മയ്ക്കുള്ളൊരു കത്താ. നാട്ടില് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്ക്. കുറച്ച് ഗോപിയേട്ടന്റെ പേരിലേക്ക് ആക്കാൻ ഞാൻ അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട്. കുറച്ചെന്ന് പറയുമ്പോ ഒരേക്കറെങ്കിലും കിട്ടിയാ നന്നായിരുന്നു. ഒരേക്കറല്ലേ? അതൊക്കെ അമ്മയോട് പറഞ്ഞാ മതി. അല്ല, ഞാൻ കുളിക്കാതെ നല്ല വിശപ്പുണ്ട്. അതൊക്കെ വഴിന്നാവാലോ. ഇനിയിപ്പോ ഫ്ലാറ്റിലേക്ക് കയറുന്ന അപകടം. അതാണ് പ്രശ്നം. പോയിക്കോളൂ. അല്ലെങ്കിൽ പോയിക്കോളൂ. ചോറ്റാനിക്കരയും ഗുരുവായൂരും പോകുന്നുണ്ട്. പ്രാർത്ഥിക്കാം. സന്തോഷം. റാം, എനിക്ക് പെട്ടെന്നൊന്ന് നാട്ടിൽ പോണം. അച്ഛൻ ഇപ്പൊ വിളിച്ചിരുന്നു. നാളെ എന്റെ കല്യാണ നിശ്ചയമാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആലോചനയാ. അച്ഛന്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ മകൻ. അവരൊക്കെ രാവിലെ വരുമത്രേ. അതിനു മുമ്പ് എത്തണം. ട്രെയിനിന് ടിക്കറ്റ് ഇല്ല. 4:30 ഒരു ബസ് ഉണ്ട്, അതിന് ടിക്കറ്റ് റിസർവ് ചെയ്തു. അല്ല ജ്യോതി, കല്യാണം എന്നൊക്കെ പറഞ്ഞ ആലോചിക്കാനുള്ള ഒരു സാവകാശം. അച്ഛന്റെ കാര്യമൊക്കെ അങ്ങനെയാ. ഫസ്റ്റ് ഒബേ ആൻഡ് ദെൻ കമാൻഡ്. നമുക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. 3:30 ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങും. അതിനു മുമ്പ് റാം വന്നാൽ നന്നായിരുന്നു. എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. റാം വരുമല്ലേ? ഞാൻ വരും 3:30 മുമ്പ്. ഓക്കേ, ബൈ. வேலை ஸ்டாப் பண்ண முடியாது. லிஃப்ட் இல்லாத கல்ல சிமெண்ட் எல்லாம் தலை சுமடா எடுத்து வேலை நடந்து தான் ஆகணும். சார், லோக்கல் லேபர்ஸை கூப்பிடுறா. മെക്കാനിക്കേ ഞാൻ ഇപ്പോഴേ അനുപ്പറേൻ. ഓക്കെ സാർ? താൻ ഉടനെ ആ ഗുരുനാഥല്ലേ നമ്മുടെ മെക്കാനിക്, അയാളെ വിളിച്ചോണ്ട് റോയപുരം വരെ പോണം. സർവീസ് ഷിഫ്റ്റ് തകരാറിലാണ്. സാർ, ഞാൻ വന്നത് ഒരു അത്യാവശ്യ കാര്യം പറയാനാ. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ലീവ് വേണം. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിരാമോ? അരമണിക്കൂർ പണി മുടങ്ങിയാലുള്ള നഷ്ടത്തിന്റെ കണക്ക് ഞാൻ തനിക്ക് പറഞ്ഞു തരണോ? സാർ, പ്ലീസ്. നോ, ഡു വാട്ട് ഐ സേ. Mr. Pandyan, sir, shall I get your mobile, please? I want to talk with our GM. Yes, of course. Thank you. ഹലോ, രാമാനുജാണ് സാർ.
അരമണിക്കൂറിനുള്ളിൽ സംഗതി തീരും. സാർ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അതെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ. സാർ ഇങ്ങോട്ട് വരുന്നോ? വന്നോളൂ സാർ. പക്ഷെ ഞാനിവിടെ നിൽക്കേണ്ട കാര്യം അല്ല സാർ, ലേറ്റ് ആയി കഴിഞ്ഞാൽ. സാർ പ്ലീസ്. ശരി, നിൽക്കാം. ഇങ്ങതാ. വൈഫ് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. സാറിനെ കണ്ടില്ലോ പറഞ്ഞ് ഇതുവരെ കാത്തിരിക്കും. എന്നിട്ട് പോയോ? ഇപ്പൊ താൻ പോച്ച്. സാർ നാട്ടിൽ പോണ്ടോ? അല്ല, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാൻ ഞാൻ ബസ് സ്റ്റാൻഡിൽ ചെന്ന് നോക്കാം. ഓട്ടോ. ഇങ്ങതാ. ലെഫ്റ്റ് കട്ട് പണി ഉള്ളേ ബസ് സ്റ്റാൻഡിൽ ഉള്ളേ. നിപ്പോട്ടെ. அண்ணே, 4:30 மணிக்கு கேரளாவுக்கு ஒரு பஸ் இருந்தது இல்ல, அது போயிடுச்சா? கேரளானா எர்ணாகுளமா? அந்த பஸ் இப்பதானே போச்சு. ஐயோ, இனிமே திருவனந்தபுரம் 7:30க்கு தான். அதான் கேரளாக்கு கடைசி பஸ். அந்த பஸ் இல்ல. നായരെ, ഇപ്പൊ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. സ്പീഡ് 40 കഴിഞ്ഞു. ഇനി 4th ഗിയറിലിട്ട്. 40 കഴിഞ്ഞൊന്നും നമ്മളെങ്ങനെ അറിയും? ഒറ്റപ്പെട വെച്ച് തന്നാലുണ്ടല്ലോ. എന്റെ അപ്പന്റെ പ്രായമുണ്ട്. എടാ, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പിന്തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടി എവിടെങ്കിലും പോയി ഇടിക്കില്ലേ? അതിനിപ്പോ ഓടുന്നില്ലല്ലോ. വണ്ടി 4th ഗിയറിലിടാ. ഇത് 4th ഗിയറാ അല്ലേ? ഇത് 1st ഗിയറാ. 3-ന് നേരെ താഴോട്ട് 4 ഇടോ. അത് മാഷ് ദേഷ്യപ്പെട്ടപ്പോ അറിയാതെ. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? ഇത് ഓടുന്ന വണ്ടിയായിരുന്നെങ്കിൽ. ഓടുന്ന വണ്ടിയിൽ ശരിയാവാത്തോണ്ടല്ലേ തന്നെ ഈ പെട്ടിയിലേക്ക് പിന്നെയും കെട്ടിയെടുത്തത്. അതോ തനിക്ക് ഇങ്ങനെ കിടന്നു പോണ പെട്ടി വേണോ? ആദ്യം തന്റെ ഈ പരന്നു കിടക്കണ ബുദ്ധിയൊക്കെ ഒന്ന് തലയിലേക്ക് കയറട്ടെ. ഇങ്ങിട്ട് കുജാര ഇങ്ങിട്ട് കുജാര. വണ്ടാറടങ്ങ. പോളേട്ട, ജ്യോതി പോയിട്ടോ? ജ്യോതി നാട്ടിലേക്ക് പോയി. ഒന്ന് വന്നേ. അവള് പോകുന്നതിന് മുമ്പ് പോളേട്ടനെ കാണുകയോ വല്ലതും പറയുകയോ ചെയ്തോ? എന്തേ? അല്ല, ചോദിച്ചതിന് സമാധാനം പറ. ഞാൻ അവളെ കണ്ടിട്ടില്ല. എന്തുണ്ടായി? അവൾ എങ്ങോട്ട് പോയി? നാട്ടിലേക്ക് പോയി. കല്യാണം അത്രേ, അവളുടെ കല്യാണം. അത്രേ ഉള്ളൂ. ഞാൻ കരുതി അവള് നിന്റെ സാധനങ്ങൾ വല്ലതും കട്ടുകൊണ്ട് പോയിരുന്നു. ഒരു നല്ല കാര്യത്തിനല്ലേ അവള് പോയത്. എന്നാലും പോളേട്ടനോട് ഒരു വാക്ക് പോലും പറയാതെ അവള് പോയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് 4:30ക്കുള്ള ബസ്സിന് പോവാണ്. അതിനു മുമ്പ് ഫ്ലാറ്റിൽ വാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഇത്തിരി വൈകിന്നുള്ള സത്യ. ഒരു വാക്ക് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ രാത്രി വണ്ടിക്ക് എമർജൻസി കോട്ട ഞാൻ റിലീസ് ചെയ്ത് കൊടുക്കായിരുന്നല്ലോ. കല്യാണക്കാരിയൊക്കെ ലാസ്റ്റ് മിനിറ്റിലാണോ പറയുന്നത്? അതാണോ എന്റെ ഒരു മര്യാദ? അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അല്ല, ഞാൻ നീ കാര്യം പറയട ചക്ക. എനിക്കിത്തിരി വിഷമമുണ്ട് പോളേട്ട. നമ്മുടെയൊക്കെ ഒരു സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെയല്ലേ നമ്മൾ ജ്യോതിയെ കണ്ടിരുന്നത്. ഞാൻ അങ്ങനെ കണ്ടിരുന്നില്ല. നീ കണ്ടിരുന്നു? നിന്റെ അസുഖം എന്താണെന്ന് ആദ്യം തുറന്നു പറ. പ്രേമാണോ? പറയടാ. പോളേട്ട, ഞാൻ ജന്മനാനുള്ള ഭയം കാരണം നിനക്കത് അവളോട് പറയാൻ കഴിഞ്ഞില്ല. അവൾ അങ്ങ് പോയി. അതല്ലടാ സത്യം. സത്യം മണ്ണാൻ കട്ട. ഒരു മനഃശാസ്ത്രജ്ഞൻ വന്നിരിക്കുന്നു. ഇത്തിരി സ്വസ്ഥത കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. രാമു, അവിടെ നിന്നേ. വേണ്ടെന്ന്. നിക്കടാ. വേണ്ടെന്നേ.